കുട്ടികളോട് സ്നേഹവും കാരുണ്യവും കരുതലും എന്നും പ്രകടിപ്പിച്ച കവയിത്രി സുഗതകുമാരി ടീച്ചറിൻ്റെ കൃതിയാണിത്. ഇതിൽ കുട്ടികൾക്ക് വഴിവെളിച്ചം പകരുന്ന കുഞ്ഞു കുഞ്ഞ് കുറിപ്പുകളാണുള്ളത്. ഉപദേശങ്ങളും കരുതലുമടങ്ങുന്ന കുറിപ്പുകൾ. അങ്ങനെയുള്ളൊരു കുറിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വീണ്ടും ഒരു ഓണം. ഓണം വീണ്ടും വന്നിരിക്കുന്നു. അതിൻ്റെ അകൃത്രിമവും കൃത്രിമവുമായ എല്ലാ ചമയങ്ങളുമായി നമ്മുടെ മുന്നിൽ വന്ന് ചിരിച്ചു നിൽക്കുന്നു. സ്മരിക്കുക, ആഹ്ലാദിക്കുക, ഭക്തിയുടെയും ഉപചാരങ്ങളുടെയും സമയമല്ലിത്. ഒരു മഹാനായ കാരണവർ വീണ്ടും സന്തതികളെ കാണാൻ വന്നെത്തുമ്പോഴുള്ള സ്നേഹപൂർവമായ സ്വീകരണമാണ്. പ്രജാവത്സലനും സത്യസന്ധനും ധർമ്മിഷ്ഠനും നിർഭയനുമായ ഒരു ഭരണാധികാരിക്ക് ജനഹൃദയങ്ങളിലെന്നും നിത്യമായ ഒരു സിംഹാസനം ഉണ്ടായിരിക്കും എന്ന പ്രഖ്യാപനം മനുഷ്യർക്ക് മാത്രമല്ല, ഉറുമ്പിന് വരെ ആഹാരവും സംരക്ഷണവും ഉണ്ടായിരുന്ന ഒരു നല്ല കാലത്തിലേക്ക് വീണ്ടും ഒന്നെത്തി നോക്കുവാൻ ഓണം നമ്മെ വിളിക്കുകയാണ്. ആര് ചവിട്ടിത്താഴ്ത്തിയാലും ശിരസ് വീണ്ടും ഉയരുമെന്നും ഇരുട്ട് മാറി വെളിച്ചം വരുമെന്നുമുള്ള പ്രതീക്ഷയും കൂടിയാണ് ഓണം. പ്രിയ കവി ബാലാമണി അമ്മയുടെ ഭാഷയിൽ ഓണം കൊണ്ടാടുന്നത് 3 അടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നെടുത്ത വാമനമൂർത്തിക്ക് വേണ്ടിയല്ല, ചോര പുരണ്ട മഴു കടലിലേക്ക് വലിച്ചെറിഞ്ഞ് പുതിയൊരു നാട് നിർമ്മിച്ച പരശുരാമന് വേണ്ടിയല്ല, തലയിൽ ചവിട്ടുന്ന കാലിൽ ഈശനെ കണ്ട ബലവത് വിനയത്തിൻ സൗമ്യമൂർത്തിക്കായല്ലോ. ഏത് തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ശുഭപ്രതീക്ഷയാണ് ഓണം. അതോടൊപ്പം ഐശ്വര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ നന്ദി നിറഞ്ഞ സ്മരണയും സമത്വത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വെളിച്ചവും സുഗന്ധവും സൗന്ദര്യവും മാധുര്യവുമാണ് ഓണവെയിലും ഓണനിലാവും, ഓണത്തപ്പനും ഓണപ്പൂക്കളും ഓണസദ്യയും ഓണക്കളികളും പാട്ടുകളും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹ്ലാദപൂർണമായ ഓണക്കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.